തൃശൂരിലെ വനവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് സംയുക്ത ഓപ്പറേഷൻ പോലീസിന്റെയും വനവകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ശാസ്താംകോവം കോളനിക്ക് സമീപം 15 പേരടങ്ങുന്ന 7 സംഘങ്ങളാണ് ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുന്നത്. മാർച്ച് 2-നാണ് കുഞ്ഞുങ്ങളെ കാണാതായത്. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, ഒരാഴ്ചയായിരിക്കുന്നു ഈ വനവാസി കോളനിയിലെ 15ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളെ കാണാതായിട്ട്. തിരച്ചിൽ എങ്ങനെ നടക്കുന്നു? ലക്ഷ്മി, രാവിലെ 6 മണി മുതലാണ് തിരച്ചിൽ ആരംഭിച്ചത്. പോലീസിന്റെയും വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ്. ഈ ശാസ്താംകോവം കോളനിക്ക് സമീപമാണ് ഉൾവനത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. 15 പേരടങ്ങുന്ന 7 സംഘങ്ങളാണ് ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഈ 2-ാം തീയതിയാണ് ഈ 2 കുട്ടികളെയും, അതായത് 15ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളെയും കാണാതായിട്ടുള്ളത്. അപ്പോൾ തന്നെ മാതാപിതാക്കൾ വിചാരിച്ചിരുന്നത് അത് ബന്ധുക്കളുടെ അല്ലെങ്കിൽ മറ്റ് വീടുകളിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാടിനുള്ളിൽ തന്നെ സ്ഥിരമായി പോകുന്ന കുട്ടികളാണ്. അവരൊക്കെ തന്നെ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരുന്നതാണ്. എങ്കിലും ഈ ഇത്രയധികം ദിവസം കാണാതായപ്പോഴാണ് പോലീസിന് പരാതി നൽകുന്നത്. ഇപ്പോൾ ഈ കുട്ടികളെ കണ്ടെത്തുന്നതിനായി ഈ വനംവകുപ്പും പോലീസും ഉൾവനത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ അടിയന്തര സാഹചര്യം നേരിടാനായി മെഡിക്കൽ വാഹനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനമേഖലയെ 7ആയി തിരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ കാരിക്കടവ് ഫോറസ്റ്റ് OP താൽക്കാലിക റിപ്പോർട്ടിംഗ് കേന്ദ്രമാക്കിയാണ് ഈ പരിശോധന നടക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പരിശോധനയിലുണ്ട്. ആനയും കാട്ടുപോത്തും നിറഞ്ഞ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ അതീവ ദുഷ്കരമായിരിക്കുമെന്നാണ് പറയുന്നത്. അത് ശരിയാണ് മനോജ്. പോലീസും വനംവകുപ്പും സംയുക്തമായി നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ ആ ഒരു വനമേഖലയിലെ തിരച്ചിൽ ആ ഒരു സംഘത്തിന് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത്. പക്ഷേ കുട്ടികൾ ഈ വനവാസി കോളനിയിലേതായതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രദേശം ഏകദേശം ഒരു സുപരിചിതമായിരിക്കും എന്നുള്ളൊരു ആശ്വാസം കൂടിയുണ്ടല്ലോ. പക്ഷേ 7 ദിവസമാകുന്നു കാണാതായിട്ട്. അതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ വ്യക്തമാക്കുന്നത് തന്നെയാണ്. നേരത്തെയും കുട്ടികൾ ഇങ്ങനെ കാടിനുള്ളിലേക്ക് പോകാറുണ്ടെങ്കിലും ഇത്രയധികം ദിവസമായും കുട്ടികൾ തിരിച്ചു വന്നിട്ടില്ല. കാടിനുള്ളിൽ തന്നെ ഉണ്ടോ എന്നതിനെ കുറിച്ചും സൂചന ലഭിച്ചിട്ടില്ല. എന്തായാലും പോലീസും വനംവകുപ്പും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ കാടർ വീട്ടിൽ കുട്ടന്റെ മകനായിട്ടുള്ള സജിക്കുട്ടൻ 15 വയസ്സുള്ള കുട്ടിയും, അതോടൊപ്പം തന്നെ ഈ രാജശേഖരന്റെ മകനായിട്ടുള്ള അരുൺകുമാറും, ആ കുട്ടിക്കാണ് 8 വയസ്സുള്ളത്. ഇന്ന് ഈ 2 കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ പോലീസിന് പരാതി നൽകുന്നത്. തുടർന്നാണ് ഇത്രയധികം സംഘം ഒന്നിച്ച് തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ 15 പേരടങ്ങുന്ന 7 സംഘങ്ങൾ ഇപ്പോൾ കാടിനുള്ളിൽ തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശങ്കയും വർദ്ധിക്കുകയാണ്. കാരണം ഇത്രയധികം ദിവസമായിട്ടും ഈ കുട്ടികൾ തിരികെ എത്താത്തതിന്റെ ആ ഒരു വേദനയിൽ തന്നെയാണ് മാതാപിതാക്കളും. ലക്ഷ്മി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.